Hi dear friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ട്യൂട്ടോറിയലാണ് കേട്ടോ. നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ഡിസൈൻസ് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് സാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് പോലെയുള്ള കളേഴ്സാണ് വർക്ക് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ത്രെഡിൻ്റെ നമ്പർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ ഏത് കളർ ത്രെഡൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലീവ്സ് ചെയ്യാനായിട്ട് 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീഫ് ചെയ്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന ഡിസൈനാണ് ഞാൻ ഈ സാരിയിൽ വരച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഡിസൈൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് സർക്കിൾ ഷേപ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്രീ ഹാൻഡ് ഡിസൈൻസ് വരയ്ക്കാം. എന്നിട്ട് കുറച്ച് ലീഫ് കൂടി വരച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെ പോർഷനിലാണ് ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ വരയ്ക്കാം. നോർമലി ഞാൻ ചെയ്യുന്നത് പോലെ ഒരു HB പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ഡിസൈൻ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന രീതിയിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിൽ നിറച്ച് എന്താ പറയുക റോസസും ലീവ്സും ചെയ്യണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് റോസിൻ്റെ ബഡും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിൽക്കി കോട്ട സാരിയിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ പേപ്പർ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ വെയിറ്റ് എന്തെങ്കിലും വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ റോസിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള റോസ് ബഡ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ ഇവിടെ ഞാൻ 2 റോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡിസൈൻ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് നെക്സ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഭംഗിയുണ്ടോ ചെയ്തതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ 1-2 ഡിസൈൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നത്. ഇതാ ഫസ്റ്റ് നമുക്കൊരു ലീഫ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഞാൻ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീഫ് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ വിചാരിച്ചു ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യാമെന്ന്. ലീഫ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഗ്രീനിൻ്റെ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറച്ച് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സ് സെലക്ട് ചെയ്തത്, ഈ ഒരു ഷെയ്ഡ് വരുന്ന കളേഴ്സ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ സാരിയിൽ കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ ഫ്ലവേഴ്സാണ്. ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഡിസൈൻ സെയിലിനൊന്നും നമുക്ക് എന്താ പറയുക ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ സാരി വർക്ക് ചെയ്ത് തീരാനായിട്ട് എത്ര സമയം എടുക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാരി എനിക്ക് വേണ്ടി വർക്ക് ചെയ്തെടുക്കാമെന്ന്. അതുപോലെ സാരിയിൽ നിറയെ ഡിസൈനൊന്നും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ പല്ലുവിൻ്റെ പാർട്ടാണ്. പല്ലുവിൻ്റെ പാർട്ടിൽ ഒരു ഡിസൈൻ കൊടുക്കും. പിന്നെ നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്ത്, അതായത് സിൽക്കി കോട്ട ആയതുകൊണ്ട് നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് സാരി ഉടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന പോർഷനും പിന്നെ നമ്മൾ സാരി ഉടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വശത്തും ഒരു നല്ല ഡിസൈൻ, അങ്ങനെ ഒരു 3 ഡിസൈനാണ് ഞാൻ ഈ സാരിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വെക്കേഷൻ ഈ സാരി വർക്ക് ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കുന്നു. ഈ സാരി തീർത്തതിന് ശേഷം ഞാൻ വെയർ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ സാരി ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ എവിടെയൊക്കെയാണ് നമുക്ക് അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചെയ്യണ്ട, അല്ലാതെ നമുക്ക് എവിടെയൊക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെയർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ലീഫ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ലീഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വെറൈറ്റി ആയിട്ടൊന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടൈമിൽ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് ചില സമയത്ത് ലീഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 4-5 ടൈംസ് ഫിഷ് ബോൺ ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പീച്ച് കളർ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. ഞാൻ അതായത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഒരു പീച്ച് കളർ സാരിയിൽ ഇതേപോലെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീവ്സ് കൊണ്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെ പോലെ വരുന്ന ഡിസൈനായിരുന്നു. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നൊരു സാരി ആയിരുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫ് മാത്രം ചെയ്തിട്ട് സാരി ഡിസൈൻ ചെയ്യാം. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ലീഫ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് ടിപ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ എനിക്കതും കൂടി പറയാനായിട്ട് സാധിക്കുമല്ലോ. ഞാനിവിടെ ഓരോ ലീഫും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ടൈ ചെയ്യുവാണ് കേട്ടോ പതിവ്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലീഫ് വരുന്ന കുറച്ച് നീങ്ങിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി ത്രെഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നാറില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എംബ്രോയ്ഡറി ഒക്കെ കൂടുതലും ത്രെഡ് അവർ കംപ്ലീറ്റ് കട്ട് ചെയ്യാതെ ഇങ്ങനെ അടിയിൽ കൂടെ മൂവ് ചെയ്യിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ത്രെഡ് ടൈ ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സ് ആട്ടോ ത്രെഡ് എടുത്തിരിക്കുന്നത്. അതായത് 6 സ്ട്രാൻഡ്സ് എടുത്താലാണ് അത്യാവശ്യം ഒരു തിക്നെസ് ഈ ഫ്ലവറിന് കിട്ടുള്ളൂ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ ഫ്ലവർ ചെയ്യുമ്പോൾ അതിനൊരു 3D പ്രൊജക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്പർ ഓഫ് ത്രെഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്താലാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ മിഡിൽ പോർഷൻ ചെയ്യാനൊരു ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്യുന്നു. ഈ ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് മിഡിലിൽ ഒരു സർക്കിൾ വരുന്ന രീതിയിൽ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. കണ്ടോ, ഫ്രഞ്ച് നോട്ടിൽ ഞാനൊരു 2 ടൈംസാണ് ടേൺ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന് ചുറ്റിലുമാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് റോസ് ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ സർക്കിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. പിന്നെ വേറെ എന്താ, ഞാൻ ഒത്തിരി പേര് എന്നെ ഇടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്കണം, അതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോവിൽ കാണിക്കണം, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ കാണിക്കാറുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് ഇത് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടൊന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ബിഗിനിങ് തൊട്ടുള്ളത് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ അതും ഉടനെ ചെയ്യാം കേട്ടോ. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആ സെയിം സാരി തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ എടുത്തിട്ട് അതിന് മാച്ചാവുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്താലും കാണാനായിട്ട് ഭംഗിയായിരിക്കും. ദാ ഇവിടെ നമ്മുടെ മിഡിലിലെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു നീഡിൽ കൂടെ കാണിക്കുവാണ്. ഇതൊരു വലിപ്പമുള്ളൊരു നീഡിലാണ് കേട്ടോ. ജ്യോതി എന്നുള്ള പേരിലാണ് ഞാൻ വാങ്ങിയത്. കുറച്ചുകൂടി നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന നമ്പർ 5 നീഡിലിനേക്കാളും കുറച്ചുകൂടി ലെങ്ത്തും ഉണ്ട്, കുറച്ച് തിക്നെസ്സും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ പെറ്റൽ ചെയ്യാനായിട്ട് 2 നീഡിൽ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടോ, അപ്പോൾ ഞാൻ ഈ ഒരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നീഡിൽ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നീഡിൽ എടുത്തിട്ട് നമുക്ക് ത്രെഡും എടുക്കാം. ത്രെഡ് ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് 3 സ്ട്രാൻഡ്സ് എടുത്ത് ഫോൾഡ് ചെയ്ത് 6 സ്ട്രാൻഡ്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് ഒരു വലിയ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു നീഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ നെക്സ്റ്റ് നീഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ ആ പെറ്റൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ക്രോഷിയോ ഒക്കെ ചെയ്തപോലെ കുറച്ച് വീതിയിലാണ്. അപ്പോൾ ഇതൊരു വീവിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു വീവിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ മിഡിലിലെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ 7 ടൈംസാണ് ആ പെറ്റലിന് ഈ ഒരു വീവിങ് പോലെ ചെയ്ത് കൊടുക്കുന്നത്. 7 ടൈംസ്. പിന്നെ നമ്മൾ അതിൻ്റെ ഔട്ടർ സൈഡ് വരുമ്പോൾ 10 കൊടുക്കാം. പിന്നെ ഒരു 3rd റോ വരുമ്പോൾ 13 കൊടുക്കാം. ലാസ്റ്റ് റോയിൽ ഞാനൊരു 16 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ പെറ്റലിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്ത് വരും. കണ്ടോ, നമ്മൾ നീഡിൽ വലിച്ചെടുക്കുക, എന്നിട്ട് വെറുതെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്ത നീഡിൽ ഊരി മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കുക കേട്ടോ.
കുറച്ച് കെയർഫുള്ളായിട്ട് 1-2 പെറ്റൽസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക മനസ്സിലാവും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെറ്റൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ഫ്ലവർ പെറ്റൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നീഡിലെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മിഡിലായിട്ട് എടുക്കുക. അതായത് എന്താ പറയുക, ഒരു ഓവർലാപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുക കേട്ടോ. നിങ്ങൾ റോസ് പെറ്റൽസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ പെറ്റൽസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ 1-2 കാര്യങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ചിലർ ഈ ഫ്ലവറിൻ്റെ വീഡിയോ നോക്കിയിട്ട് വീഡിയോ ചെയ്യുക, ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കാണുക, കണ്ടതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അതിനോടൊപ്പം ചെയ്യുക കേട്ടോ. അപ്പോൾ മിസ്റ്റേക്ക് ഒന്നും വരാതെ നല്ല കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ മിഡിലിൽ ലൈറ്റ് കളറും പിന്നെ അതേപോലെ പുറത്ത് വരുന്തോറും ഡാർക്കർ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മിഡിലിൽ ഡാർക്കും പുറത്ത് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ടും, അതും കാണാൻ ഭംഗിയാണ്. പിന്നെ ഈ ഒരു സെയിം വേയിൽ നമുക്ക് ബുള്ളിയൻ റോസും ചെയ്യാനായിട്ട് സാധിക്കും. ബുള്ളിയൻ റോസും കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഞാനൊരു സാരിയിൽ ഇതേപോലെ നിറച്ച് ബുള്ളിയൻ റോസിൻ്റെ ഒരു ബഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്ത് കാണിക്കാം. കുറച്ച് നാളായിട്ട് ഞാൻ കൂടുതൽ ചിക്കൻ കറി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോസും ചിക്കൻ കറിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ആയിരുന്നു. ഇനി ഇതിൻ്റെ കാസ്റ്റ് ഓൺ സ്റ്റിച്ചിൻ്റെ കുറച്ച് ഡിസൈൻസ് കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്ന ഡിസൈനിൻ്റെ ആ ഒരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചിലരൊക്കെ സാരി വാങ്ങുന്ന സമയത്ത്, പ്ലെയിൻ സാരീസ് വാങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് പിക്ചർ സാരിയുടെ കൂടെ ഒന്ന് വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഞാൻ പിക്ചർ അയച്ചു കൊടുക്കാറുണ്ട്. സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ആംഗിൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നുവെച്ചാൽ ഇതേപോലെ സർക്കിൾ ഷേപ്പിൽ വരുന്ന ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ 4 സൈഡ് നമ്മളിങ്ങനെ മാറി മാറി സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഫ്രെയിം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത് ഇതേപോലത്തെ വുഡൻ ഫ്രെയിമാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഫ്രെയിം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചെറിയ പോർഷനൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സ്ക്വയർ ഫ്രെയിം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിയുടെ ബോർഡർ ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ അതേപോലത്തെ ഒരു ഫ്രെയിം വാങ്ങിച്ചതിന് ശേഷം വർക്ക് ചെയ്തിട്ട് നിങ്ങളോട് അതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ അത് യൂസ് ചെയ്തിട്ട് എത്ര യൂസ്ഫുള്ളായി എന്നും ഒത്തിരി പേരിങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മാക്സിമം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാ ഇവിടെ നമ്മൾ പെറ്റൽസ് എല്ലാം കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ പെറ്റലും ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോലെ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് സർക്കിളിലെ എല്ലാ ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഈ വീവിങ് പോലെ ചെയ്യുന്നതൊരു 7 ടൈംസ് ആണ്. അപ്പോൾ ആ പെറ്റലെല്ലാം യുണീക്ക് സൈസിൽ കിട്ടും. നമ്മളതിൻ്റെ നമ്പേഴ്സിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സർക്കിൾ ചെയ്യാം. ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പീച്ച് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സർക്കിളും സെക്കൻഡ് സർക്കിളും ചെയ്യുമ്പോൾ കേട്ടോ. ഇവിടെ കുഞ്ഞിക്കിളി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൈലൻ്റായിട്ടിരിക്കണം എന്നൊക്കെ. ഫസ്റ്റ് സർക്കിൾ നമ്മുടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 7 ടൈംസ് അല്ല ഒരു 10 ടൈംസ് ഇതേപോലെ വീവിങ് പോലെ കൊടുക്കണം എന്ന്. എന്നാലേ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ലെങ്ത് ആയിട്ടുള്ള പെറ്റൽ കിട്ടുള്ളൂ. അതായത് സർക്കിൾ വലുതായി വരുന്തോറും നമ്മുടെ പെറ്റലിൻ്റെ വലിപ്പവും കൂടി വരണം. അത് നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി. ഇവിടെ ഞാൻ 2 ലെയർ ചെയ്യാനായിട്ട്
സെയിം പീച്ച് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ പീച്ച് കളറിൻ്റെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന്. അതായത് മിഡിലിൽ ഒരു ലെയർ ലൈറ്റ് പീച്ചും പിന്നെ പുറത്ത് വരുന്ന 2 ലെയർ ഡാർക്ക് പീച്ചും യൂസ് ചെയ്യാമെന്ന്. കളർ കോമ്പിനേഷൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ സെയിം കോപ്പി ചെയ്യണമെന്നൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ചിലരിങ്ങനെ പറയാറുണ്ട്, സോജ ഈ കളേഴ്സ് അവൈലബിൾ അല്ല, എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് കാണാനായിട്ട് നല്ല ഭംഗി വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് സാരി ആണെന്നുണ്ടെങ്കിൽ സാരിയിൽ എത്ര ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏകദേശം എത്ര ത്രെഡ് വേണ്ടി വരുമെന്ന് വെച്ചാൽ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 2-3 ത്രെഡ് എക്സ്ട്രാ വാങ്ങിക്കുക. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ത്രെഡ് വാങ്ങുന്ന സമയത്ത് ത്രെഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതേപോലെയുള്ള സ്റ്റിച്ചസൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഒരുമിച്ച് ത്രെഡ് വാങ്ങാം കേട്ടോ. ഞാനിപ്പോൾ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സാരിയിൽ ചിലപ്പോൾ 8 ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ 7 ഡിസൈനൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഡിസൈനിന് ഏകദേശം എത്ര ത്രെഡ് വേണം നോക്കും. എന്നിട്ട് ഞാൻ അതനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് ത്രെഡും വാങ്ങി വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എറണാകുളം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയിട്ടെല്ലാം ത്രെഡ് വാങ്ങും കേട്ടോ. ഈ പീച്ച് കളർ സാരി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്നും പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിയായിരുന്നു, പീച്ച് കളർ സാരി എംബ്രോയ്ഡറി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൽ കുറേ കളേഴ്സൊക്കെ ഇങ്ങനെ കാണിച്ചു. പക്ഷേ എനിക്കതിൽ കൂടുതൽ ഇഷ്ടം തോന്നിയത് പീച്ചിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തതായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനും ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിച്ചു, വേറെ ആ കളർ ചേരും ഇത് ചേരും എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതാണ് ഞാനിതിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്ന പല അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ ചില നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക. അതല്ല നമ്മൾ യൂസ് ചെയ്ത കളർ കോമ്പിനേഷനൊക്കെയാണ് ഇഷ്ടം തോന്നുന്നതെങ്കിൽ അതിലങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ മറ്റുള്ളവർ പറഞ്ഞതും നമ്മളിനി നെക്സ്റ്റ് സാരിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കളർ കോമ്പിനേഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നല്ല നല്ല കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഈ ഡിസൈനിൽ അതിൻ്റെ ഔട്ടർ സൈഡ് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. ഇതിൽ നമുക്കൊരു 16 ടൈംസ്, അതായത് ഈ ഒരു സ്റ്റിച്ച് ഇടുന്നത് ഒരു 16 ടൈംസ് ചെയ്യാം കേട്ടോ. എന്നാലാണ് ആ ഒരു പെറ്റൽ ചുറ്റി വരുമ്പോഴേക്കും കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്റ്റിച്ചാണ് കേട്ടോ ഇത്, ഈ കാസ്റ്റോൺ സ്റ്റിച്ച്. ഇതിനെ ബ്രസീലിയൻ സ്റ്റിച്ച് എന്ന് പറയാറുണ്ട്. ബ്രസീലിയൻ ഫ്ലവറാണ്, ബ്രസീലിയൻ റോസ് ഫ്ലവർ. അപ്പം ഇത് വെച്ചിട്ട്, ഈ സ്റ്റിച്ച് വെച്ചിട്ട് വേറെ ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിനി നെക്സ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതിനേക്കാൾ പെറ്റൽസ് കൂടുതൽ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം. അതല്ല, വലിയ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ പുറമേ നമുക്കൊരു ഫ്ലവറിൻ്റെ പെറ്റൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ മിഡിൽ പോർഷൻ ഇത്രയും വലുപ്പത്തിൽ ഇങ്ങനെ കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്താലും ഭംഗിയായിരിക്കും. അത് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഉടനെ തീരുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യാം. ചില ഡിസൈനും ചില സ്റ്റിച്ചസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ടൈം എടുക്കും. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുന്നത് കേട്ടോ. പുതിയ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സമയം കൂടുതലെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം ഒരു 1-2 ഡിസൈനിൽ നമുക്ക് തീരും. പക്ഷേ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഏരിയ ഫില്ല് ചെയ്ത് കാണിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്യാനായിട്ട് 2-3 ദിവസം എടുക്കുന്നത് കേട്ടോ. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒരു ലീഫ് കൂടി ചെയ്താൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. ചിലരിങ്ങനെ പറയാറുണ്ട്, ഒരു ലീഫ് മാത്രം ചെയ്തിട്ട് ഡൗട്ടൊന്നും മാറിയില്ല, ഒന്നും കൂടി ചെയ്യുന്ന കാണിക്കും, അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലേക്ക് ചെയ്യുന്ന കാണിക്കും എന്നൊക്കെ. ഇത് ഞാൻ ഒന്നുകൂടി ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യുന്നത് കാണിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഈ ഒരു പോർഷൻ വരെ, ഇത്രയും പോർഷൻ ഫിഷ് ബോൺ ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കി വരുന്ന പോർഷൻസൊക്കെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇവിടെ പക്ഷേ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ലീഫും ഫിഷ് ബോൺ തന്നെ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാമെന്ന്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ മറ്റേ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോൾ നടുക്ക് ഒരു ചെറിയ പോർഷൻ ത്രെഡ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഇതാകുമ്പോഴേക്കും നല്ല എന്താ പറയുക, ഒരു ഷേപ്പിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു.
എന്തായാലും നമ്മുടെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒറ്റ സ്റ്റിച്ചിൻ്റെ ലീഫ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് ഫിഷ് ബോൺ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് നമുക്ക് റോസിൻ്റെ ബഡ് പോലെ കൊടുക്കാമെന്ന്. അപ്പോൾ റോസിൻ്റെ ബഡ് കൊടുക്കാനായിട്ട് നമ്മൾ നോർമൽ ബഡ് ചെയ്യുന്ന പോലെ 2 പെറ്റൽ ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ പെറ്റലൂടെ ചെയ്താൽ ബഡിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ബഡ് ചെയ്തിരിക്കുന്നതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഓൾമോസ്റ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് പോർഷനും കൂടി ചെയ്ത് കാണിക്കുമ്പോൾ ടോട്ടലി ഒരു എന്താ പറയുക സമയം കൂടുതലെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരും. ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ചെറിയ ബഡ്സ് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ 2 പെറ്റൽ ചെയ്യാണ്ട് 2 സൈഡിലും ഓരോ പെറ്റലൂടെ ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ലീഫ് ചെറുതായിട്ട് അതിൻ്റെ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ബഡിൻ്റെ ആ ഒരു ഭംഗി കിട്ടും. കണ്ടോ? പിന്നെ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഫെദർ സ്റ്റിച്ച് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫെദർ സ്റ്റിച്ച് നിങ്ങളൊന്ന് പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. കണ്ടോ? ഇത് ഞാൻ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. കണ്ടോ? പിന്നെ ഈ ത്രെഡ് ഇതിൽ കുറേ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഒരു 5 കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സും കളേഴ്സും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, സജഷൻ, അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. എല്ലാ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനും ഒക്കെ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. പുതിയ ഡിസൈൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീരുന്നതനുസരിച്ച് ഉടനെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.